ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്ററാണ്. സോ വളരെ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് രാജപുത്രൻ. ആരായിരിക്കും ആ രാജപുത്രൻ? മറ്റാരുമല്ല, കുഞ്ഞിക്ക, DQ എന്നെല്ലാവരും വിളിക്കപ്പെടുന്ന ദുൽഖർ സൽമാനാണ്. സോ കുറെ കാലങ്ങളായിട്ട് മലയാളത്തിൽ സിനിമയില്ല. തെലുങ്ക്, ഹിന്ദി, തമിഴ് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങി മൊത്തത്തിലൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ പദവിയും തൻ്റെ പേരിലാക്കിക്കൊണ്ടാണ് തിരിച്ചുള്ള ഒരു വരവ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് ദുൽഖറിന്റെ തിരിച്ചുവരവാണ് ഈ സിനിമ. പുതിയ സിനിമയുടെ പേര് അയാം ഗെയിം എന്നാണ്. സോ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോസ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ DQ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സമയത്തിന് കറക്റ്റ് ടൈമിന് 6 മണിക്ക് ഇന്ന് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ ദുൽഖർ ഇട്ട ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹോം കമ്മിങ്, വീട്ടിലേക്ക് ഞാൻ വരികയാണ് എന്നാണ്. സോ ഇതാണ് അയാം ഗെയിമിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഈ പോസ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ, പോസ്റ്റർ ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് കണക്കാണ് പോസ്റ്റർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കാസിനോയിൽ ഒരു പാർട്ടിയിൽ ഇരിക്കുമ്പം എന്താ പറയുക, ഇതിന് പുറകിൽ നിൽക്കുന്നത് വില്ലൻസ് ഗ്യാങ് ആയിരിക്കാം, ചിലപ്പം ദുൽഖറിന്റെ ഗ്യാങ്ങിലുള്ളവരായിരിക്കാം, വാട്ട് എവർ. ബട്ട് എനിക്കിതെല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് എനിക്കിതിൽ പറയാനുള്ളത്, ദുൽഖറിന്റെ ഹെയർ സ്റ്റൈലിൽ എന്തോ ഒന്ന് ക്ലച്ച് പിടിക്കാത്ത പോലെ എനിക്ക് തോന്നുന്നു. ദുൽഖറിന്റെ ഹെയർ സ്റ്റൈലിൽ എനിക്കെന്തോ ഓക്കെ ആയത് ഒരു 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 ഇഷ്ടക്കുറവ് ചെറുതായിട്ട് ദുൽഖറിന്റെ ഹെയർ സ്റ്റൈൽ എന്തോ എനിക്ക് ഒന്നും പിടിച്ചിട്ടില്ല. പേഴ്സണലാണ്, ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പറയാം. ആൻഡ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ്. നഹാസ് ഹിദായത്തിനെ നിങ്ങൾക്കറിയാം, RDXിലൂടെ ഷൈൻ നിഗം, നീരജ് മാധവ്, ആന്റണി വർഗീസ് പെപ്പയുടെ RDX സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ ഒരു ഡയറക്ടറാണ് നഹാസ് ഹിദായത്ത്. നഹാസ് ഹിദായത്ത് 2021 ഒരു സിനിമ കളർ പടം, അശ്വിൻ ജോസും അമിത ബൈജു എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, കളർ പടം. അതാണ് നഹാസ് ഹിദായത്തിന്റെ ആദ്യ പടം. ഇത് രണ്ടാമത്തെ ആയിരുന്നു RDX. പിന്നെ വരുന്നതാണ് അയാം ഗെയിം. അയാം ഗെയിമിലെ ദുൽഖർ സൽമാനെ നായകനാക്കിയാണ് നഹാസ് ഹിദായത്ത് സിനിമ സംവിധാനം ചെയ്യുന്നത്. അയാം ഗെയിമിന്റെ സ്റ്റോറിയും നഹാസ് ഹിദായത്ത് തന്നെയാണ്. സോ ഇതിന്റെ സ്ക്രീൻ പ്ലേ വരുമ്പോൾ ബിലാൽ മൊയ്തു ഉണ്ട്, സജീർ ഉണ്ട്, അങ്ങനെ ഒരു 2-3 പേരടങ്ങുന്നതാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേയിൽ വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിന്റെ കാസ്റ്റാണ്. കാസ്റ്റിലേക്ക് വരുമ്പം ദുൽഖർ സൽമാൻ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ മിഷ്കിൻ ഇതിലൊരു പ്രധാന വേഷം വഹിക്കുന്നു എന്ന് നേരത്തെ തന്നെ പോസ്റ്ററുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മിഷ്കിൻ ഈ സിനിമയിൽ ഡയറക്ടർ, തമിഴ് ഡയറക്ടർ മിഷ്കിനാണ് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തിലായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ സംയുക്ത വിശ്വനാഥൻ, നിങ്ങൾക്കറിയാം സംയുക്ത ആരെന്ന്. സംയുക്ത മേനോനല്ല, സംയുക്ത മറ്റേ കച്ചിസേറ പാട്ട്, ദ സെൻസേഷണൽ സായ ഭയങ്കറുടെ ആദ്യ സോങ് അത് വൈറൽ ട്രെൻഡിങ് ആയ കച്ചിസേറ ആൽബമിൽ ഡാൻസ് കളിച്ചൊരു പെണ്ണുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. കച്ചിസേറനിക്കിത് ആ ഒരു പാട്ടിലുള്ള ആ ഒരു പെണ്ണാണ്, ആ ഒരു ആക്ട്രസ് ആണ് ഈ സിനിമയിലെ ആക്ട്രസ് ആയിട്ട് വരുന്നതെന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. ആൻഡ് ഈ സിനിമയിലെ കതിറുണ്ട്. കതിർ നിങ്ങൾക്കറിയാം, പരിയേറും പെരുമാൾ സിനിമയിൽ അഭിനയിച്ച നടനാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സിനിമയിലും കൂടെ ഉണ്ടായിരുന്നു, മീശയോ അങ്ങനെ എന്തോ ഒരു സിനിമ, എനിക്ക് സിനിമ ഓർമ്മയില്ല. അപ്പോൾ പുള്ളി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ആന്റണി വർഗീസ് പെപ്പയും ഒരു റോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പടം കുറച്ചുകൂടെ കൊഴുത്തത്. ആന്റണിയും വരുന്നുണ്ട്, അപ്പോൾ എന്തോ ഉണ്ട്, സംതിങ് ഫിഷി ആണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആന്റണി വർഗീസ് പെപ്പയും കൂടെ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്, ദുൽഖറിന്റെ അയാം ഗെയിമിലേക്ക്. പിന്നെ വരുമ്പോൾ കിൽ എന്ന സിനിമയിൽ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ വിട്ടുപോയി. കിൽ എന്ന സിനിമയിൽ ഒരു നല്ല ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ക്യാരക്ടർ ചെയ്ത ആളും കൂടെ ഈ സിനിമയിൽ വരുന്നു. മേ ബി വില്ലൻ കൂടെ ആയിരിക്കാം. ഇതൊക്കെയാണ് കാസ്റ്റിലേക്ക് വരുന്നത്, സിനിമയുടെ കാസ്റ്റിലേക്ക് വരുന്നത്. ആൻഡ് സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് ജിംഷി ഖാലിദാണ്. ജിംഷി ഖാലിദ് റഹ്മാൻ, ഡയറക്ടർ ഖാലിദ് റഹ്മാന്റെ ബ്രദറായിട്ട് വരും. ജിംഷി ഖാലിദ് 2016 ഡെബ്യൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫറായിട്ട് ഡെബ്യൂട്ട് ചെയ്യുന്നത് ആദ്യ സിനിമ എന്ന് പറയുന്നത് അനുരാഗ് കരിക്കിൻ വെള്ളം. അത് എന്താ പറയുക, ഖാലിദ് റഹ്മാന്റെയും ആദ്യ ഡെബ്യൂട്ട് പടമായിരുന്നു അനുരാഗ് കരിക്കിൻ വെള്ളം. സോ രണ്ടുപേരും ആദ്യമായിട്ട് ഡെബ്യൂട്ട് വന്നത് ആ സിനിമയിൽ തന്നെയാണ്. അപ്പം ഒരു ബ്രദർ യുണൈറ്റഡ് തന്നെയാണ് ആ സിനിമയിൽ നടന്നത്. അതിന്റെ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിംഷി ഖാലിദ്
ഖാലിദ് റഹ്മാന്റെ സിനിമകളിൽ വർക്ക് ചെയ്തു. ലവ്, തല്ലുമാല, ആലപ്പുഴ ജിംഖാന എല്ലാ സിനിമയിലും സിനിമാറ്റോഗ്രഫി ചെയ്തതും ജിംഷി ഖാലിദ് തന്നെയായിരുന്നു. മ്യൂസിക് കമ്പോസറിലായിട്ട് വരുമ്പോൾ ജെയ്ക്സ് ബിജോയാണ് വരുന്നത് അയാം ഗെയിമിലേക്ക്. ജെയ്ക്സ് ബിജോയ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ എന്താ പറയുക, ഒരു മലയാളത്തിലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള BGM മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തരുന്ന വൺ ഓഫ് ദ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയാണ്. സുഷിൻ ശ്യാം ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടിയില്ല. കല്യാണം കഴിഞ്ഞ ശേഷം സുഷിൻ ശ്യാമും ഫീൽഡിൽ ഇപ്പോൾ തൽക്കാലത്തേക്കില്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, തുടരും, ലോക, നരിവേട്ട, സനിപ്പോത് സനിവരം അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്ത് വളരെ നല്ലൊരു ഹിറ്റ് റേഷ്യോ ഉള്ള, ഇപ്പോൾ റീസെൻ്റ്ലി വിലായത്ത് ബുദ്ധയും മ്യൂസിക് ചെയ്തത് ജെയ്ക്സ് ബിജോയാണ്. മ്യൂസിക് ഉള്ളതായിരുന്നു, പക്ഷെ പടത്തിൻ്റെ റേഷ്യോ അപ്പാടെ പാളിപ്പോയി. ആൻഡ് അയാം ഗെയിമിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു കത്തിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദുൽഖറും സാറ്റിസ്ഫൈഡ് ആണ്, നഹാസും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ജെയ്ക്സ് ബിജോയും പറയുന്നത്. അതുപോലെ ജിംഷി ഖാലിദും പറയുന്നത് ഒരു മലയാള ഇൻഡസ്ട്രിയിലെ ഒരു കിടിലം പടം വരാൻ പോവുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പടം വരാൻ പോവുകയാണ് എന്നുള്ള വാതുവെപ്പുകളും കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ എഡിറ്റിംഗ് വരുന്ന ചമൻ ചാക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്റർ. അതായത് ലോക, സൂക്ഷ്മദർശിനി, 2018 എന്നീ സിനിമകളിലൂടെയൊക്കെ എഡിറ്റിംഗ് ചെയ്യുന്നത് ചമൻ ചാക്കാണ്. ഇപ്പോൾ ടിക്കി ടാക്ക് അയാം ഗെയിം സിനിമയിലും ചമൻ ചാക്കാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടൊരു എഡിറ്റർ വരുന്നു, അല്ലെങ്കിൽ എഡിറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞ് ചമൻ ചാക്കൊക്കെ ആ ഒരു ന്യൂസ് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഇവരൊക്കെയാണ് ആ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വരുന്നത്. സിനിമ എക്സ്പെക്ട് ചെയ്യുന്നത് 2026 എന്നാണ് വിശ്വാസം. അതിലെങ്കിലും ഇറങ്ങുമായിരിക്കും. ആൻഡ് അയാം ഗെയിമും നഹാസ് ഹിദായത്തും വളരെ കോൺഫിഡൻ്റ് ആണ് സ്റ്റോറി ബേസിലായാലും എന്നൊക്കെ ജെയ്ക്സ് ബിജോയ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഹാസ് ഹിദായത്തിന് ഇന്ന ക്വാളിറ്റിയുള്ള സാധനം തന്നെ വേണം, അതുകൊണ്ട് ഇരുന്ന് ചെയ്ത് വാങ്ങിച്ചിട്ടേ പോകൂ എന്നൊക്കെ പറയുന്നു. അപ്പം എന്തായാലും കോൺഫിഡൻറ്റും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്പോർട്സ് ബേസ്ഡ് ആണ്, ആക്ഷൻ ത്രില്ലർ ആണെന്നും പറയുന്നു. ക്രിക്കറ്റാണ് ഇതിൽ ഏറ്റവും ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് ബേസ്ഡും ഉണ്ട് അതിൽ പടത്തിൽ എന്നും കൂടെ അവർ സൂചിപ്പിക്കുകയാണ്. സോ ഫസ്റ്റ് ലുക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓവറോൾ ഒരു നല്ലൊരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. പിന്നെ ആ ഹെയർ സ്റ്റൈൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓക്കെ ആയിട്ടില്ല, പക്ഷെ ബിൽഡപ്പ് ഒക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇനി സിനിമ വരുമ്പം അതേ ബിൽഡപ്പിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഊക്കി എറിയും എല്ലാവരും. കാരണം നിങ്ങൾക്ക് കൊത്തയുടെ ശീലം അറിയാം. കൊത്ത വന്നപ്പോൾ ഇതിനേക്കാളും ഗ്രാൻഡ് ഓഡിയോ അല്ലെങ്കിൽ ലോഞ്ച് പ്രൊമോഷൻ അപ്പാടെ പാൻ ഇന്ത്യ ഓടി നടന്ന് ഫസ്റ്റ് ഷോ തൊട്ട് ഫുൾ നെഗറ്റീവായിരുന്നു വന്നിട്ടുള്ളത്. ആൻഡ് അതിനുശേഷമാണ് ദുൽഖറിന് മലയാള സിനിമയിൽ നിന്നൊരു അകൽച്ചയും വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇനി വരാതിരിക്കട്ടെ, ഈ നല്ല സിനിമ അയാം ഗെയിം വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് പോസ്റ്റർ നല്ല പോസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ നെഗറ്റീവായിട്ട് തോന്നിയത് ആ ഒരു ഹെയർ സ്റ്റൈൽ അതൊരു ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞോളാം. ഇനി കുഞ്ഞിക്കാ ഫാൻസ് എന്നെ തെറി വിളിക്കാൻ നിൽക്കേണ്ട, അത് എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്തേക്കാം. ആൻഡ് അത് ഓവറോൾ ആണ് ഞാൻ പറഞ്ഞത്. പോസ്റ്റർ ഇന്റർനാഷണൽ സ്റ്റഫ് പോസ്റ്റർ, ലൈക്ക് ഒരു കാസിനോ അല്ലെങ്കിൽ ഒരു ഷിപ്പിന്റെ അകത്ത് വില്ലന്മാരുടെ കൂടെ അല്ലെങ്കിൽ സ്വന്തം ടീമിനോട് ഒരു മർഡർ കഴിഞ്ഞിട്ടിരിക്കുന്ന പോലത്തെ ഒരു പോസ്റ്ററാണ് അതിലുള്ളത്. ബട്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് പിടിച്ചില്ല. ബട്ട് ഓവറോൾ ഒക്കെ നന്നായിട്ടുണ്ട് പോസ്റ്റർ. പിന്നെ ഇതേ കത്തിക്കൽ തന്നെ സിനിമയിലും കൂടെ കത്തിച്ചില്ലെങ്കിൽ അവസാനം പണി പാളും. കാരണം കൊത്തയിലൊക്കെ വന്നതാണ്, കൊത്തയിലൊക്കെ കണ്ടതാണ് എല്ലാവരും തുണിയും ഉടുത്ത് മുണ്ടും മറിച്ച് പോയത്. ഫസ്റ്റ് ഷോയൊക്കെ ഞാൻ എൻ്റെ 2-3 പയ്യന്മാരെയൊക്കെ ഫസ്റ്റ് ഷോയൊക്കെ വിളിച്ചുകൊണ്ട് പോയി, വാടാ ഇതുപോലത്തെ പക്ഷം നിങ്ങൾ കാണാൻ പറ്റില്ല, നല്ലൊരു വൈപ്പാണ്. അവന്മാരെ വിളിച്ചിട്ട് അവന്മാർ എന്നെയാണ് തെറി വിളിച്ചത്, നിങ്ങൾ എന്തിന് ഞങ്ങളെ ഉറക്കം കളഞ്ഞിട്ട് പോയി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയെന്ന്. അങ്ങനെ കാരണം നമ്മൾ ന്യൂയിലാണ് ഫസ്റ്റ് ഷോ കണ്ടത്, FDFS കൊത്ത കണ്ടത്. എല്ലാവരും അവിടെ ഇരുന്ന് മാടനോ ഞാനനോ എന്ന് ഇരിപ്പായിരുന്നു. അപ്പം കൊത്ത ആവാതിരുന്നാൽ മതി, അയാം ഗെയിം ആയി ഇരുന്നാൽ മതി. സോ ദുൽഖർ സൽമാൻ ഞെട്ടിക്കട്ടെ, മലയാളത്തിൽ തന്നെ തുടരട്ടെ, പാൻ ഇന്ത്യൻ ലെവൽ മലയാള സിനിമയിലും തുടരട്ടെ, വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അടുത്ത പോസ്റ്റർ റിയാക്ഷനുമായിട്ട് വരാം. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ലവ് യു ഗൈസ്. അപ്പോൾ കുഞ്ഞിക്ക കത്തിക്കണം കേട്ടോ.